ഓക്കെ. അപ്പൊ ഇതെന്നായിരുന്നു? നിതി ആയോഗിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. നിതി ആയോഗ് എങ്ങനെയായിരുന്നു വരുന്നത്? ഫെഡറൽ ബോഡിയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് എങ്ങനെ ഒരു ബോട്ടം അപ്രോച്ച് ആയിരിക്കും കാട്ടുന്നത്. ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിന് ഫിനാൻഷ്യൽ റൈറ്റ് ഒന്നും തന്നെ കാണത്തില്ല. റെക്കമെൻഡ് ചെയ്യാനായിട്ടേ പറ്റത്തുള്ളൂ. എക്സിക്യൂട്ടീവ് ബോഡിയാണ് വരുന്നത്. അഡ്വൈസറി നേച്ചർ ആണ് വരുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസത്തിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നിതി ആയോഗ് വരുന്നത്. കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻ സ്റ്റേറ്റും സെൻറ്ററും തമ്മിലൊരു ഹെൽത്തി റിലേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. കാരണം രണ്ടുപേരും ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്, മെമ്പേഴ്സിനകത്ത് അല്ലേ. തന്നെ അതുപോലെ തന്നെ എന്നാണ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഇത് ചെറിയ ഇൻഡീസസ് ഒക്കെ നിതി ആയോഗ് സ്റ്റേറ്റ്സിന്റെ ഇടയ്ക്ക് തന്നെ തന്നെയാണ് പല ഇൻഡീസസും റിലീസ് ചെയ്യുന്നുണ്ട്. അതുവഴി ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, അതായത് അത് നോക്കുമ്പോൾ എന്നായിരിക്കും ഓരോരുത്തരും ഫ്രണ്ട് വരാനായിട്ട് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി കോമ്പറ്റീഷനും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് നിതി ആയോഗിനെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ അണ്ടറിലാണ് 5 ഇയർ പ്ലാൻസ് വന്നത് കേട്ടോ. 5 ഇയർ പ്ലാൻസ് വന്നത്. ദെൻ ഇത്രയാണ് നിതി ആയോഗിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പൊ ഏതാ പറയുന്നത്? നിതി ആയോഗിനെ പറ്റി ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്? എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാ വരുന്നത്? ആരാ വരുന്നത്? എക്സ് ഒഫീഷ്യോ ഇതിനകത്ത് ഏതായിരിക്കും സ്റ്റേറ്റ്മെന്റ് വരുന്നത് കറക്റ്റ്? ഏതാ വരുന്നത് കറക്റ്റ്? കോപ്പറേറ്റീവ് ഫെഡറലിസം എൻഹാൻസ് ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ് വരുന്നത്? ആരാ വരുന്നത്? പ്രൈം മിനിസ്റ്റർ ആണ് വരുന്നത്. എത്ര ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട് നിതി ആയോഗിലെ? എത്ര ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്? എത്ര പേരുണ്ട്? ഏതായിരിക്കും? എത്ര ആയിരിക്കും? 4 ഫുൾ ടൈം മെമ്പേഴ്സ് ആണ് കേട്ടോ വരുന്നത്. 8 ഇല്ല, 4 ഫുൾ ടൈം മെമ്പേഴ്സ് ആണ് വരുന്നത്. 4 ഫുൾ ടൈം മെമ്പേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ. അങ്ങനെ നോക്കുവാണെങ്കിൽ നിതി ആയോഗിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാന്നറിയാവോ? ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാന്നറിയാവോ? നിതി ആയോഗിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാ? ചെയർപേഴ്സൺ ആരാന്നാ പറയുന്നത്? പ്രൈം മിനിസ്റ്റർ ആണ് വരുന്നത്. അപ്പം നിതി ആയോഗിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരായിരിക്കും? മോദി ആയിരിക്കും വരുന്നത്. നരേന്ദ്രമോദിയാണ് വരുന്നത്. ഫസ്റ്റ് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന അരവിന്ദ് പഞ്ചരിയാണ് വരുന്നത്. ഇപ്പോഴത്തെ കറണ്ട് വൈസ് ചെയർപേഴ്സൺ ആരാ വരുന്നത്? കറണ്ട് വൈസ് ചെയർപേഴ്സൺ ആരാ വരുന്നത്? നിതി ആയോഗ് കറണ്ട് വൈസ് ചെയർപേഴ്സൺ ആരാ വരുന്നത്? ആരാ വരുന്നത്? വൈസ് ചെയർപേഴ്സൺ ആരാ വരുന്നത്? വൈസ് ചെയർപേഴ്സൺ സുമൻ കെ ബെറി ആണ് വരുന്നത് കേട്ടോ. സുമൻ ബേരിയാണ് വരുന്നത്. ദെൻ സിഇഒ ആരാന്നറിയാവോ? ഫസ്റ്റ് സിഇഒ എന്ന് പറയുന്നത് സിന്ധു ശ്രീ കുൽക്കർ ആണ് വരുന്നത്. സിന്ധു ശ്രീ കുൽക്കർ ആയിരുന്നു. കറണ്ട് ആരാന്നറിയാവോ? BVR സുബ്രഹ്മണ്യനാണ് വരുന്നത്. BVR സുബ്രഹ്മണ്യനാണ് വരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലാസ്റ്റ് മൻമോഹൻ സിംഗ് ആയിരുന്നു വരുന്നത്. ഫസ്റ്റ് വൈസ് ചെയർപേഴ്സൺ ഗുൽസരിലാൽ നന്ദയായിരുന്നു. ലാസ്റ്റ് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന മൊണ്ടേക് സിംഗ് അഹലുവാലി ആയിരുന്നു വരുന്നത്. മൊണ്ടേക് സിംഗ് അഹലുവാലി ആയിരുന്നു വരുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ അണ്ടറിലാണ് 5 ഇയർ പ്ലാൻസ് വന്നത് കേട്ടോ. 5 ഇയർ പ്ലാൻസ് വന്നത്. അപ്പൊ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്നാ സ്റ്റാർട്ട് ചെയ്തത്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 തൊട്ട് 56 വരെയാണ് വരുന്നത്. ഏതിനെ ബേസ് ചെയ്തിട്ടാ വരുന്നത്? ഹരോത് ദാമോദർ മോഡലിനെയാണ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഹരോത് ദോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്ന അഗ്രികൾച്ചർ സെക്ടറിനെ ആയിരുന്നു. അപ്പം ഇതിനൊക്കെ ടാർഗറ്റ് എന്ന് പറയുന്നത് GDPയുടെ ഗ്രോത്ത് റേറ്റിന്റെ ഒരു 2.1% അച്ചീവ് ചെയ്യുന്നതാണ്. അച്ചീവ് ചെയ്ത എത്ര ആയിരുന്നു? 3.6% അച്ചീവ് ചെയ്തു.
പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു വരുന്നത്. ഇനി സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന 1956 തൊട്ട് 61 വരെ ഓരോ 5 വർഷത്തേക്ക് ഇതിൽ വരുന്നത്. മോഡല് മാൽനോബിസ് മോഡലായിരുന്നു വരുന്നത്. ഫോക്കസ് മെയിൻ ആയിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടറിനെയാണ് ഫോക്കസ് ചെയ്തത്. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 4.5% ആയിരുന്നു. അച്ചീവ് ചെയ്ത് 4.1% ആയിരുന്നു അച്ചീവ് ചെയ്ത്. പ്രൈം മിനിസ്റ്റർ ആ ടൈമിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു വരുന്നത്. ഈ ടൈമിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് മിക്സഡ് എക്കണോമി അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി മാൽനോബിസ് അദ്ദേഹം എന്ന് പറയുന്ന ഏതാ നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ പ്രിപ്പയർ ചെയ്താന്ന് ഞാൻ പറഞ്ഞല്ലേ. മാൽനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആർക്കിടെക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1931 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് 5 ഇയർ പ്ലാന് 1961 തൊട്ട് 66 വരെ വരും. ഇതിന്റെ മോഡൽ ഏതാണ്? ഗാഡ്ഗിൽ പ്ലാൻ ആണ് വരുന്നത്. മെയിൻ ആയിട്ടും പ്രൈം മിനിസ്റ്റർ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് വരുന്നത്. ഓക്കെ, ഇതെന്നായിരുന്നു പക്ഷെ ഫെയിൽ ചെയ്യുവാണ് ചെയ്തത്. മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഡെവലപ്മെന്റ് ആയിരുന്നു. ഫെയിൽ ചെയ്യുകയാണ് ചെയ്തത്. എന്നായിരുന്നു അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ആ ടൈമിലാണ് ഇന്ത്യ ചൈന വാർ നടന്നത്, ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്നത്. പിന്നെ എക്കണോമിക് ഫുഡ് ക്രൈസിസ് വന്നു, എക്കണോമിക്കും ഫുഡ് ക്രൈസിസും വന്നു, പൊളിറ്റിക്കൽ ക്രൈസിസ് എല്ലാം വന്നു. അതുകൊണ്ടെല്ലാം തന്നെ ഇത് തന്നെയാണ് ഫെയിൽ ആവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എന്നായിരുന്നു പിന്നെ അങ്ങോട്ട് പ്ലാൻ ഹോളിഡേ ആയിരുന്നു. 66 തൊട്ട് 69 വരെ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. ആ ടൈമിൽ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് വരുന്നത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. ആ ടൈമിൽ എന്നെ എടുത്തു ഓരോ വർഷം വീതം 3 ആനുവൽ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മെയിൻ ആയിട്ടും സെൽഫ് റിലയൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിന്നത്. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് 5 ഇയർ പ്ലാൻ വരുന്നത്. ഫോർത്ത് 5 ഇയർ പ്ലാൻ 1969 to 74 ആ ടൈം പീരീഡിലാണ് ഫോർത്ത് 5 ഇയർ പ്ലാൻ വരുന്നത്. ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആയിരുന്നു അവരെ ഫോക്കസ് ചെയ്തിരുന്നത്. ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് സെൽഫ് റിലയൻസ് ആണ് ഫോക്കസ് ചെയ്തിരുന്നത്. ടാർഗറ്റ് 5.7% ആയിരുന്നു. അച്ചീവ് ചെയ്ത് 3.3% ആണ് അച്ചീവ് ചെയ്തത്. പ്രൈം മിനിസ്റ്റർ ആ ടൈമിലെ ഇന്ദിരാഗാന്ധി ആയിരുന്നു വരുന്നത്. ഈ ടൈമിലാണ് 14 നാഷണൽ ബാങ്കിനെ പ്രൈവറ്റ് ബാങ്കിനെ നാഷണലൈസേഷൻ ചെയ്തത് കേട്ടോ. നാഷണലൈസ് ചെയ്തത് ഇന്ദിരാഗാന്ധി. പിന്നെ ഈ ടൈമിലാണ് ഓപ്പറേഷൻ ഫ്ലഡ് വന്നത്. വൈറ്റ് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് വന്നത്. ഇന്ത്യയിലെ വൈറ്റ് റവല്യൂഷന്റെ പിതാവെന്ന് പറയുന്ന വർഗീസ് കുര്യൻ ആയിരുന്നു വരുന്നത്. ഇനി ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ വരും. ഫിഫ്ത്ത് 5 ഇയർ പ്ലാന് 74 to 79 ആയിരുന്നു വരുന്നത്. ഇതിന്റെ ഒരു ഫോക്കസ് ചെയ്തിരുന്ന പോവർട്ടി അലീവിയേഷൻ ആയിരുന്നു വരുന്നത്. പോവർട്ടി അലീവിയേഷൻ ആയിരുന്നു വരുന്നത്. പിന്നെ സെൽഫ് റിലയൻസ്, ഫാമിലി പ്ലാനിങ് ഒക്കെ വരും. ഫാമിലി പ്ലാനിങ് ഒക്കെയാണ് വരുന്നത്. ഇനി ഇതിനെയാണ് ഗരീബി ഹത്താവോ, റിമൂവൽ ഓഫ് പോവർട്ടി ആണ് ഇതിന്റെ മെയിൻ സ്ലോഗൻ ആയിട്ട് പറയുന്നത് കേട്ടോ. ഗരീബി ഹത്താവോ എന്നാണ് പറയുന്നത്. അതായത് റിമൂവൽ ഓഫ് പോവർട്ടി അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ടാർഗറ്റ് എന്ന് പറയുന്ന 4.4% ആയിരുന്നു. അച്ചീവ് ചെയ്ത 4.8% ആണ് അച്ചീവ് ചെയ്തത്. എന്നാ ചെയ്തു പറഞ്ഞതിൽ ഒരു വർഷം മുമ്പ് ഇത് ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു വരുന്നത്. പിന്നെ ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ ആദ്യത്തെ ഇന്ത്യയുടെ ഫസ്റ്റ് പീസ്ഫുൾ ന്യൂക്ലിയർ ടെസ്റ്റ് വരുന്നത്. ഓപ്പറേഷൻ സ്മൈലിംഗ് അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ. 75 തൊട്ട് 76 വരെയാണ് ഇന്ദിരാഗാന്ധി ഇമ്പോസ്ഡ് നമ്മുടെ നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 അണ്ടറിൽ വന്നത്. അത് ഇന്ദിരാഗാന്ധി ഇമ്പോസ് ചെയ്ത് ഏതായിരുന്നു? നാഷണൽ എമർജൻസി ഇമ്പോസ് ചെയ്ത് 75 to 76 ആ ടൈം പീരീഡിലാണ് വന്നത്. പിന്നെ ജനറൽ ഇലക്ഷൻ നടന്നു. 77, 78 ജനറൽ ഇലക്ഷൻ നടന്നു. ജനതാ പാർട്ടി വോൺ ചെയ്തു. അങ്ങനെ മൊറാർജി ദേശായി ഗവൺമെന്റ് വന്നു. ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ ടെർമിനേറ്റ് ചെയ്തു കേട്ടോ. മൊറാർജി ദേശായി 1978 ടെർമിനേറ്റ് ചെയ്തു. അതാണ് 1 ഇയർ ബിഫോർ ആയിട്ട് ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 78 തൊട്ട് 83 വരെ റോളിംഗ് പ്ലാൻ ആയിരുന്നു. മൊറാർജി ദേശായി റോളിംഗ് പ്ലാൻ കൊണ്ടുവരുവാണ് ചെയ്തത്. ഇതിന്റെ ഇടയ്ക്ക് എന്നായിരുന്നു മെയിൻ ആയിട്ടും എംപ്ലോയ്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചറിലും അലീഡ് ആക്ടിവിറ്റീസും റേസ് ചെയ്യുക. അങ്ങനെ ലോ ഇൻകം ഉണ്ടല്ലോ, ലോ ഇൻകം ക്ലാസ്സസിനെ
മിനിമം നീഡ് പ്രോഗ്രാമും എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽ ഉയർത്തിക്കൊണ്ട് വരിക എന്നൊക്കെ വരുന്ന ആനുവൽ പ്ലാൻസ് ആണ് ഈ ടൈമിൽ പൊക്കൊണ്ട് ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് 6th 5-year പ്ലാൻ വരും. 1980 തൊട്ട് 85 വരെയാണ് 6th 5-year പ്ലാൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പോവർട്ടി ഇറാഡിക്കേഷനും എംപ്ലോയ്മെന്റ് ജനറേഷനും ആയിരുന്നു വരുന്നത്. പോവർട്ടി ഇറാഡിക്കേഷനും എംപ്ലോയ്മെന്റ് ജനറേഷനും ആണ് വരുന്നത്. ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 5.2% ആയിരുന്നു വരുന്നത്. ദെൻ അച്ചീവ് ചെയ്ത് എത്രയായിരുന്നു? 5.7%ഓളം അച്ചീവ് ചെയ്തു. പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു വരുന്നത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ക്ലാസ് കണ്ട കാര്യമാണ്. ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറയുന്നതാണ്. സെഷൻ തീർത്തിട്ട് കയറാൻ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊരു റിവിഷൻ ആയിക്കോട്ടെ, ഒന്നും കൂടെ ഒന്ന് കേൾക്കട്ടെ, കേൾക്കുമ്പോൾ ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓൾറെഡി ക്ലാസ് കണ്ട കാര്യമാണ് വരുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണും. അതിനു മുമ്പ് ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തത് 7th 5-year പ്ലാന് 1985 തൊട്ട് 90 വരെയായിരുന്നു അല്ലെ. 5 വർഷത്തെ ഗ്യാപ്പ് അല്ലേ വരുന്നത്. ഫോക്കസ് ചെയ്ത് എന്നായിരുന്നു? റാപ്പിഡ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനും പിന്നെ എംപ്ലോയ്മെന്റ് ക്രിയേഷനും ആയിരുന്നു വരുന്നത്. ഗ്രോത്ത് റേറ്റ് ആ ടൈം ടാർഗറ്റ് 5% അച്ചീവ് ചെയ്ത് 6% ആയിരുന്നു. ഈ ടൈമിലാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരുന്നത്. ഒരു USD ക്രൈസിസ് ആയിരുന്നു വരുന്നത് കേട്ടോ. അങ്ങനെ എന്നാ ചെയ്തു? അങ്ങനെ ഇതിനെ 1991 നമ്മുടെ നരസിംഹറാവു വന്നു. അദ്ദേഹം എന്നാ എടുത്തു? അവരാണ് ഇത് എന്ത് ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ ഇതിനെ LPG റിഫോം എന്ന് പറയും. 1991 LPG റിഫോംസ് അഡോപ്റ്റ് ചെയ്ത്, അതായത് വേറെ ഒന്നുമില്ല, ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും നടത്തിയിട്ട് എന്നാ എടുത്തു? അതുവഴി ഗ്ലോബലൈസേഷൻ അച്ചീവ് ചെയ്തെടുത്തു, ആഗോളവൽക്കരണം. അതാണ് അവര് ചെയ്തത്. ഓക്കെ, ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിക്കുന്നത്, അതായത് ആ ടൈം പീരീഡിലൊക്കെ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഗവൺമെന്റ് മിക്സഡ് എക്കണോമി ആന്ന് പറഞ്ഞാലും കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഏതായിരിക്കും? ഗവൺമെന്റ് ഓറിയന്റഡ് വരുന്ന ഏതായിരുന്നു? ഒരു സോഷ്യലിസത്തിനായിരുന്നു കൂടുതലും ഇത് കൊടുത്തിരുന്നത്. അതായത് അവരോർത്തിരുന്ന അന്ന് ആ ടൈമിലാണ് ഇവിടെ ബ്രിട്ടീഷുകാർ വിട്ടിട്ട് പോയത്. അപ്പൊ ഇന്ത്യയുടെ എക്കണോമി മൊത്തത്തിൽ താറുമാറായി കിടക്കുമായിരുന്നു. അപ്പൊ ഓർത്തു എല്ലാരെയും ഒരുപോലെ കൊണ്ടുവരാമല്ലോ എന്ന് കരുതിയിട്ട് കൂടുതലും എന്നെ എടുത്തു. എല്ലാ ഇൻഡസ്ട്രീസും ഗവൺമെന്റ് നടത്താം എന്നൊക്കെയാണ് കരുതിയിട്ട് കൂടുതലും എങ്ങനെയായിരുന്നു? മിക്സഡ് എന്ന് പറയുമെങ്കിലും കൂടുതലും മുൻഗണന കൊടുത്തിരുന്നത് ഗവൺമെന്റ് സെക്ടറുകൾക്ക് ആയിരുന്നു. ഗവൺമെന്റ് എല്ലാത്തിലും കയറി ഇടപെട്ടിരുന്നു. പക്ഷെ ഈ ടൈം ആയപ്പോഴത്തേന് എന്നെ എടുത്തു, ഇവിടെ USD ക്രൈസിസ് വന്നു. അത് നമ്മളെ നന്നായിട്ട് അഫക്ട് ചെയ്തു. പിന്നെ നമ്മൾ ആ ടൈമില് വേൾഡ് ബാങ്കിന്റെ കയ്യിൽ നിന്നൊക്കെ തന്നെ പോയി കടമൊക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് LPG റിഫോം അന്ന് വരെ ഇന്ത്യയുടെ എക്കണോമി അനുഭവപ്പെട്ടിരുന്ന എല്ലാ ഇതിൽ നിന്നും മാറ്റാനായിട്ട് LPG റിഫോംസ് അവര് കൊണ്ടുവന്നത്. ഇതിനെ ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്നും പറയാറുണ്ട് കേട്ടോ. 1991 LPG റിഫോംസ് ശരിക്കും മിക്സഡ് എക്കണോമി അങ്ങോട്ട് മാറ്റി. എന്നിട്ട് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനി വരണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ആ ലൈസൻസിനായിട്ട് കുറേ കഷ്ടപ്പെടണമായിരുന്നു. പക്ഷെ അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കുറച്ചു കൊടുത്തു. പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരണം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പുതിയ മെഷീനറി ഒക്കെ എക്സ്പോർട്ട് ചെയ്യാമെന്നാക്കി. അങ്ങനെ കുറെ കാര്യങ്ങൾ, ഇമ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്നത്തെ കാണുന്ന രീതിയിലോട്ട് ഇന്ത്യയുടെ എക്കണോമിയെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് 8th 5-year പ്ലാൻ വന്നത് 1992 തൊട്ട് 97 വരെ. ഇതിന്റെ ഇടയ്ക്ക് ഒരു സെക്കൻഡ് പ്ലാൻ ഹോളിഡേ വന്നു. 90 തൊട്ട് 92 വരെ തന്നെയായിരുന്നു പ്ലാൻ ഹോളിഡേ ആയിരുന്നു. ഇനി 8th 5-year പ്ലാനെയാണ് നമ്മൾ റാവു മൻമോഹൻ മോഡൽ എന്ന് പറയും, അല്ലെങ്കിൽ ജോൺ മില്ലർ മോഡൽ എന്നും പറയാറുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെയാണ്, എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നോക്കിയത്. ഗ്രോത്ത് റേറ്റ്, GDPയുടെ ഗ്രോത്ത് റേറ്റിന്റെ ഏകദേശം ഒരു 5.6% ആണ് ടാർഗറ്റ് ചെയ്തത്. അച്ചീവ് ചെയ്ത് 6.8% ആണ് അച്ചീവ് ചെയ്തത്. നരസിംഹറാവു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ വരുന്നത്. ഇനി ഈ ടൈമില് 96 ഓപ്പറേഷൻ പൊക്രാൻ വന്നത് കേട്ടോ. അതെന്നായിരുന്നു? ആ ടൈമില് ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ പവേർഡ് മിഷൻ ആയിരുന്നു, ന്യൂക്ലിയർ ടെസ്റ്റ് ആയിരുന്നു. പക്ഷെ അൺസക്സസ്ഫുൾ ആയിരുന്നു വരുന്നത്. അത് കഴിഞ്ഞിട്ട് 98 ഇതിന്റെ രണ്ടാമത്തെ ഇത് വന്നു. അങ്ങനെ ഇന്ത്യ എന്നാ എടുത്തു? അത് സക്സസ് ആയി. ഇന്ത്യ ന്യൂക്ലിയർ പവേർഡ് കൺട്രി ആയിട്ട് മാറുകയാണ് ചെയ്തത്. ആ ടൈമിൽ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ വരുന്നത്. ഇനി
97 തൊട്ട് 2002 വരെ എന്നെ എടുത്തു. ഫസ്റ്റ് 9th 5 ഇയർ പ്ലാൻ വരുന്നു. മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് 97-ലാ. അതായത് നമ്മുടെ ഇയറിന് ഇൻഡിപെൻഡൻസിന് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷം 15th ഇയറിലാണ് ചെയ്തത്. ഇതിന്റെ ടാർഗറ്റ് ഏകദേശം അവർ കരുതിയിരുന്നത് ഒരു 7% ആണ്. പക്ഷെ 5.6 അച്ചീവ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് 10th 5 ഇയർ പ്ലാൻ വരുന്നത്. 2002 2007 ആ ടൈമിലാണ് 10th 5 ഇയർ പ്ലാൻ വന്നത്. അതായത് അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ പെർ ക്യാപിറ്റ ഇൻകം ഡബിൾ ആക്കുക എന്നുള്ളതായിരുന്നു എയിം വരുന്നത്. ഗ്രോത്ത് റേറ്റ് ഏകദേശം ടാർഗറ്റ് ചെയ്ത് 8% പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു വരുന്നത്. ഈ ഒരു 10th 5 ഇയർ പ്ലാൻ ഈ ഒരു ടൈം ആയപ്പോഴത്തേന് എന്നെ എടുത്തു ഇന്ത്യ വേൾഡിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് എമേർജ് ചെയ്ത് വന്നു. ഈ 10th 5 ഇയർ പ്ലാന്റെ ഒരു എൻഡ് ആയപ്പോഴത്തേന് 12 5 ഇയർ പ്ലാൻ ഉണ്ട്. 12 ഇമ്പോർട്ടന്റ് ആണ് വരുന്നത് കേട്ടോ. ഇനി 11th 5 ഇയർ പ്ലാന് 2007 തൊട്ട് 12 വരെയാണ്. മൻമോഹൻ സിംഗ് ആയിരുന്നു. ഫാസ്റ്റർ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അടുത്തത് 12th 5 ഇയർ പ്ലാന്. 12th 5 ഇയർ പ്ലാന് ലാസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. 12 തൊട്ട് 17 വരെയാണ് വരുന്നത്. ടാർഗറ്റ് 9% ആയിരുന്നു. GDPയുടെ ഗ്രോത്ത് റേറ്റിന്റെ 9% ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇത്രയാണ് 12 5 ഇയർ പ്ലാൻ വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഇതിനകത്ത് വന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എല്ലാം നോക്കുക. അപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത എന്നാണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത എന്നാണ്? 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത എന്നാണ്? ആൻസർ ചെയ്തേ, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാതിരിക്കുന്നത്. 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത എന്നാണ്? ആയിരത്തി 1951 അല്ലെ 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് 1951 ഇനി അടുത്തത് ദ വെരി ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ ഏതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു വരുന്നത്? ഓപ്ഷൻ ബിയോ? ഓക്കെ, ഹരോൾഡ് ദാമോദർ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അടുത്തത് വാട്ട് വാസ് ദ പ്രൈം ടാർഗറ്റ് ഓഫ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ പ്രൈം ടാർഗറ്റ് എന്ന് പറയുന്നത് എന്നായിരുന്നു? അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആണ് വരുന്നത്. ഗരീബി ഹട്ടാവോ എന്ന റിമൂവൽ ഓഫ് പ്രൊവർട്ടി ഏതിന്റെ സ്ലോഗനാ വരുന്നത്? ഗരീബി ഹട്ടാവോ ഏതിന്റെ സ്ലോഗനാണ് വരുന്നത്? ഏത് 5 ഇയർ പ്ലാന്റെ ആണ്? 5th 5 ഇയർ പ്ലാന്റെ ആണ് അല്ലെ. 5th 5 ഇയർ പ്ലാന്റെ ആണ് വരുന്നത്. ഇനി ഏത് 5 ഇയർ പ്ലാന്റെ അണ്ടറിലാണ് ഇന്ത്യ മിക്സഡ് എക്കണോമി ഓപ്റ്റ് ചെയ്തത്? മിക്സഡ് എക്കണോമി ഏതിന്റെ അണ്ടറിലാണ് ഓപ്റ്റ് ചെയ്തത്? നമ്മളിപ്പോ പറഞ്ഞായിരുന്നു ഏതാണ്? സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ അണ്ടറിലാണ് ഓപ്റ്റ് ചെയ്തത്. പ്ലാൻ ഹോളിഡേ ഡിക്ലെയർ ചെയ്ത എന്നാണ്? പ്ലാൻ ഹോളിഡേ ഡിക്ലെയർ ചെയ്തത് എന്നാണ്? പ്ലാൻ ഹോളിഡേ ഡിക്ലെയർ ചെയ്ത എന്നാണ്? എന്നാ ഫസ്റ്റ് പ്ലാൻ ഹോളിഡേ വന്നത് 1966 to 69 ആണ് അല്ലെ. 1966 to 69 ആണ്. തേർഡ് 5 ഇയർ പ്ലാനിന് ശേഷം. തേർഡ് 5 ഇയർ പ്ലാൻ ഫെയിൽ ആയിരുന്നു. അതിനുശേഷമാണ് വന്നത്. കാരണം ഇന്ത്യ ചൈന കുറെ പൊളിറ്റിക്കൽ ക്രൈസിസ് വന്നു, എക്കണോമിക് ഫുഡ് ക്രൈസിസും വന്നു, ഒരു ഫെമിനൈൻ വന്നു, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ ഡെത്ത് വന്നു. അങ്ങനെ പൊളിറ്റിക്കൽ ക്രൈസിസ് വന്നു, ഇന്ത്യ പാക് വാറായിരുന്നു. ഇതെല്ലാം കാരണമാണ് അത് ഫെയിലായി പോയത്. അടുത്ത് റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന 5 ഇയർ പ്ലാൻ ഏതാണ്? റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന 5 ഇയർ പ്ലാൻ ഏതാണ്? ഞാൻ പറഞ്ഞായിരുന്നു ഏതായിരുന്നു? 1992 തൊട്ട് 97 വരെയുള്ളത്. ഏതാ വരുന്നത്? 8th 5 ഇയർ പ്ലാൻ ആണ് വരുന്നത്. 8th 5 ഇയർ പ്ലാൻ ആണ് വരുന്നത്. അടുത്തത് 3 ആനുവൽ പ്ലാൻ ആണ് ലോഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു. 3 ആനുവൽ പ്ലാൻ ലോഞ്ച് ചെയ്തത് ഏത് ഇയറിലാണ്? 3 ആനുവൽ പ്ലാൻ ലോഞ്ച് ചെയ്തത് ഏതായിരുന്നു? 3 വർഷങ്ങളിലായിട്ട് മെയിൻ ആയിട്ട് എന്നായിരുന്നു? ഏതാ പറഞ്ഞത്?
പ്ലാൻ ഹോളിഡേ വരുന്ന 66 തൊട്ട് 69 വരെ അല്ലേ, 66 തൊട്ട് 69 വരെയുള്ള ടൈമിലാണ് പ്ലാൻ ഹോളിഡേ വന്നത്. അടുത്തത് ഇതേതാ വരുന്നത്? നിതി ആയോഗിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ വരുന്നത്? പോളിസി തിങ്ക് ടാങ്ക് ആണ്, ഗവൺമെന്റിന്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ് വരുന്നത്. പിന്നെ ഫോം ചെയ്തത് തന്നെയാണ് 1 ജാനുവരി 2015 ഫോം ചെയ്തത്. 1 ജാനുവരി 2015 ഫോം ചെയ്തത്. നിതി ആയോഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് വരുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് വരുന്നത്. ദെൻ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാ വരുന്നത്? ഇത് പറ, ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാ വരുന്നത്? നിതി ആയോഗ് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാ വരുന്നത്? ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് പ്ലാനിങ്ങിന്റെ അണ്ടറിലാണ് വരുന്നത് കേട്ടോ. മിനിസ്ട്രി ഓഫ് പ്ലാനിങ്ങിന്റെ അണ്ടറിലാണ് വരുന്നത്. 2015 ക്രിയേറ്റ് ചെയ്തത്. 1 ജാനുവരി 2015 ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഏതാ വരുന്നത്? ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ് വരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ് വരുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും പറയാറുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പറയാറുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പറയാറുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയാറുണ്ട്. ചിലയിടത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും കാണാറുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എക്കണോമിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഇത്രയാണ് വരുന്നത്. ഇത്രയാണ് എക്കണോമിക്സ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെ എക്കണോമിക്സ് ഉള്ളൂ. ഓക്കെ, നമ്മുടെ പൊളിറ്റിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എക്കണോമിക്സ് വരുന്നത്. 50 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു വൈവേ ഉണ്ട്. ജസ്റ്റ് ഒരു ചെറിയ വൈവ. ഇത്രയും പഠിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, എന്നിട്ട് ലീവ് ചെയ്തോ കേട്ടോ. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോ. അപ്പം ചെയർപേഴ്സൺ ആരാണ് വരുന്നത്? നിതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരാണ് വരുന്നത്? നിതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരാണ് വരുന്നത്? ആൻസർ ചെയ്തേ. പ്രൈം മിനിസ്റ്റർ ആണല്ലേ വരുന്നത്. ദെൻ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരായിരുന്നു? നിതി ആയോഗിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരായിരുന്നു? നിതി ആയോഗിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ നരേന്ദ്രമോദി. ഓക്കെ, ഇനി നിതി ആയോഗ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ബോഡിയാണോ ഫെഡറൽ ബോഡിയാണോ വരുന്നത്? സെൻട്രൽ ബോഡിയാണോ ഫെഡറൽ ബോഡിയാണോ വരുന്നത്? ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ എന്നാണ്? പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ എന്നാണ്? ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാണ് വരുന്നത്? നിതി ആയോഗിന്റെ കറണ്ട് ചെയർപേഴ്സൺ ആരാ വരുന്നത്? നിതി ആയോഗിന്റെ കറണ്ട് ചെയർപേഴ്സൺ ആരാണ് വരുന്നത്? കറണ്ട് ചെയർപേഴ്സൺ നിങ്ങൾ പറയില്ലേ, വൈസ് ചെയർപേഴ്സൺ ആരാ വരുന്നത്? വൈസ് ചെയർപേഴ്സൺ ആരാ വരുന്നത്? കറണ്ട് വൈസ് ചെയർപേഴ്സൺ ആരാ വരുന്നത്? ഓക്കെ, സുമൻ ബെരിയാണ് വരുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്ന ഇയർ ഏതാണ്? 5 ഇയർ പ്ലാൻ വന്ന ഇയർ ഏതാണ്?
RBI എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ, RBI എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1935 വരെ അല്ലെ. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാ വരുന്നത്? RBIയെ മുംബൈ. RBIയെ നാഷണലൈസ് ചെയ്ത് ഏത് ഇയറിലാണ്? RBIയെ നാഷണലൈസ് ചെയ്തത് ഏത് ഇയറിലാണ്? ഓക്കെ. കറണ്ട് RBI ഗവർണർ ആരാണ്? കറണ്ട് RBI ഗവർണർ ആരാണ്? ഓക്കെ, സഞ്ജയ് മൽഹോത്ര. ഓക്കെ. എത്ര ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട് RBI? എത്ര ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്? 4. ഓക്കെ. സർവോദയ പ്ലാൻ ഏത് ഇയറിലാ വന്നത്? സർവോദയ പ്ലാൻ ഏത് ഇയറിലാ വന്നത്? ആയിരത്തി 1950. ആരാ അത് കൊണ്ടുവന്നത്? ആരാന്ന് അത് കൊണ്ടുവന്നത് ആരാണ്? ഓക്കെ. ഓക്കെ. വെൽത്തി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആരാ കൊണ്ടുവന്നേ? വെൽത്തി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആരാണ് കൊണ്ടുവന്നത്? വെൽത്തി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. ഓക്കെ. ഓക്കെ. അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നത് ബയോളജിയാണ് കേട്ടോ. അടുത്ത് പറഞ്ഞിരുന്നത് ബയോളജിയാണ്. ബയോളജിയുടെ റെക്കോർഡ് സെഷൻ കംപ്ലീറ്റ് ചെയ്തോ? ബയോളജി ഞാൻ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണോ അതോ മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? റെക്കോർഡ് സെഷൻ കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഇത് പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് സെഷൻ ഫുഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് തീർത്തിട്ട് വേണം വരാൻ. മൺഡേ മതി. ഓക്കെ, മൺഡേ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നോട് കുറച്ചുപേര് ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണോ കയറാനെന്ന്. ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ടോപ്പിക് എടുക്കുമ്പോൾ മനസ്സിലായി കാണും. നമ്മൾ ചെയ്യുന്നത് എന്നെ ഒരു ചെറിയ സെഷൻ എടുത്തിട്ടല്ല, നമ്മൾ പ്രീവിയസ് ഇയർലി ചോദിച്ച ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്നെ ആയിരിക്കും അത് കോമൺ ആയിട്ടുള്ളതായിരിക്കും. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ കയറുമ്പോഴത്തേനും മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് കയറുക. അങ്ങനെയാണെങ്കിൽ ഞാൻ മൺഡേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം എന്നായിരുന്നു, ഈ പ്രാവശ്യം 2 ദിവസം ലീവ് ആയിപ്പോയി. ഓക്കെ, മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം മൺഡേ എല്ലാവരും ബയോളജി കംപ്ലീറ്റ് ആക്കിയിട്ട് കയറണം. ഓക്കെ, മൺഡേ കംപ്ലീറ്റ് ആക്കിയിട്ട് കയറുക. ഇനി ബയോളജി കംപ്ലീറ്റ് ആയവരുണ്ടെങ്കിൽ അടുത്തത് കാണുക. അടുത്ത ജോഗ്രഫിയാ വരുന്നത്. ജോഗ്രഫിക്ക് തിയറി കൂടുതലായിരിക്കും. സോ ജോഗ്രഫിയുടെ റെക്കോർഡ് സെഷൻ കംപ്ലീറ്റ് ആക്കുക. ഈ ടൈമിലിരുന്ന് റെക്കോർഡ് സെഷൻ ജോഗ്രഫിയുടെ കംപ്ലീറ്റ് ആക്കുക. 3 ദിവസം ഉണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ട് കയറുക കേട്ടോ. ജോഗ്രഫി കംപ്ലീറ്റ് ആക്കിയവർ അടുത്തത് കെമിസ്ട്രി കംപ്ലീറ്റ് ആക്കുക. ഫിസിക്സ്, ഹിസ്റ്ററി, ഈ ഒരു ഓർഡറിനങ്ങ് കംപ്ലീറ്റ് ആക്കി പോവുക കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം.
താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. ലീവ് ചെയ്തോ.